ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഒരാൾ യാചനയ്ക്കെത്തി. വീട്ടിൽ വല്ലതുമുണ്ടോ? തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഒന്നുമില്ല നബിയെ, ഞങ്ങൾ വിരിക്കാനും പുതയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു വിരിപ്പും വെള്ളം കുടിക്കുന്ന പാത്രവുമുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരൂ. മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടു. ആരാണിത് വലിയ വില തന്ന് കൈപ്പറ്റുക? അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ കയ്യിൽ വാങ്ങി ഉയർത്തിപ്പിടിച്ച് തങ്ങൾ ചോദിച്ചു. 1 ദിർഹമിന് ഞാൻ വാങ്ങാം, കൂട്ടത്തിലൊരാൾ പറഞ്ഞു. അതിൽ കൂടുതൽ ആര് തരും? 2ഓ 3ഓ തവണ തങ്ങൾ വിളിച്ചു ചോദിച്ചു. 2 ദിർഹമിന് ഞാൻ വാങ്ങാം, മറ്റൊരാൾ പ്രതികരിച്ചു. തങ്ങൾ അദ്ദേഹത്തിന് നൽകി. വിലയായി ലഭിച്ച ദിർഹമുകൾ വാങ്ങി യാചകന് നീട്ടി ഇങ്ങനെ പറഞ്ഞു. 1 ദിർഹമിന് ഭക്ഷണം വാങ്ങി കുടുംബത്തിന് നൽകുകയും മറ്റൊരു ദിർഹമിന് മഴു വാങ്ങി ഇവിടെ വരിക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കൈകൊണ്ട് മരക്കൊമ്പ് മുറിച്ച് പാകപ്പെടുത്തി മഴുവിന് പിടിയിട്ട് കൊടുത്തു. പോയി മരം വെട്ടി വിൽക്കുക. 15 ദിവസത്തേക്ക് ഇവിടെ കാണരുത്. അനുസരണയോടെ അയാൾ പോയി മരം വെട്ടി വിറ്റ് 10 ദിർഹം സമ്പാദിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തി. അതുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും വാങ്ങി. മോനെ, അന്ത്യനാളിൽ മുഖത്ത് കറുത്ത കുത്തുകൾ നിറഞ്ഞ് വിരൂപനായി വന്നെത്തുന്ന യാചകരേക്കാൾ ഇതാണ് നിനക്ക് നല്ല വഴി. പരിഹരിക്കാനാവാത്ത ദാരിദ്ര്യവേളയിലോ പരിഹാരമില്ലാതെ വലഞ്ഞുപോയ കടബാധിതകളിലോ ദിയാദനം നൽകാനോ മാത്രമാണ് മറ്റൊരാളോട് സഹായം തേടേണ്ടത്. സമൂഹത്തിലെ യാചകരെയും ദരിദ്രരെയും താൽക്കാലിക പരിഹാരം നൽകി വിട്ടയക്കുന്നതിന് പകരം അവർക്ക് മനക്കരുത്തും ആത്മവീര്യവും ജീവിത വഴികളും പ്രചോദിപ്പിച്ച് ശാശ്വത പരിഹാരം പകരുകയായിരുന്നു തിരുനബി എന്ന കാരുണ്യ സ്വരൂപം. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക.